മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഇതുവരെ ഞാൻ വചന ശുശ്രൂഷ കർത്താവിൻ്റെ ആത്മാവ് നിർദ്ദേശിക്കുന്നതനുസരിച്ച് തന്നെയാണ് ഞാൻ ചെയ്തു പോന്നിരുന്നത്. ഉൽപ്പത്തിയിൽ നിന്നും പുറപ്പാടിലേക്ക് എത്തിച്ചേർന്നു ദൈവത്തിൻ്റെ കൂടെ യാത്ര തുടരുക എന്നുള്ള ആ ഭാഗം വരെയായിരുന്നു. പിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ ബോധ്യപ്പെടുത്തിയത് കർത്താവിൻ്റെ പുതിയ നിയമത്തിലേക്ക് വചന ശുശ്രൂഷ തുടങ്ങുക എന്നാണ്. അത് മലാക്കി പ്രവാചകനിലൂടെ ദൈവജനത്തെ കർത്താവിൻ്റെ ഹിതമെന്തെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു ജ്ഞാനം അവരിലേക്ക് കൊടുക്കുവാനായിട്ടും കൂടി എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ ഞാൻ വചന ശുശ്രൂഷകൾ ചെയ്തത് എൻ്റെ കഴിവിലോ ഒന്നുമല്ല, കർത്താവിൻ്റെ ഒരു ഉപകരണം മാത്രമായിട്ടാണ് ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുള്ളൂ. കർത്താവ് എന്നെ ഭരമേൽപ്പിച്ച ഓരോ ദൗത്യവും ചെയ്തു തീർക്കുകയാണ്. അതിന് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഈ ശുശ്രൂഷ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാമെന്നൊന്നും ഞാൻ ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല. പിതാവായ ദൈവം ആകർഷിച്ചാലല്ലാതെ ആർക്കും വചനം മനസ്സിലാക്കുവാൻ അസാധ്യമാണ്. ഇപ്പോൾ ഈ ശുശ്രൂഷയിലൂടെ വളരെയധികം പേർ വചനത്തെ സ്നേഹിക്കുന്നു, വചനം ഗ്രഹിക്കുവാനും ഉദ്ഘോഷിക്കുവാനും ആഗ്രഹിക്കുന്നു എന്നുള്ള സത്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കതിനുള്ള അഭിഷേകം പരിശുദ്ധാത്മാവ് നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ മാർച്ച് 4 മുതൽ കൊല്ലം ആശ്രമം മൈതാനിയിൽ താബോർ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഫാദർ ജോർജ് പള്ളിക്കുന്നേൽ നയിക്കുന്ന കൺവെൻഷൻ നടക്കുകയാണ്. കൊല്ലം രൂപതയുടെ കീഴിലാണ് ആ വചന ശുശ്രൂഷ നടക്കുന്നത്. ആ വചന ശുശ്രൂഷയിലുടനീളം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് വചനം ദൈവജനത്തിന് നൽകുവാനായിട്ട്, കൃപ കർത്താവിൽ നിന്ന് ലഭിക്കുവാനായിട്ട് വേണ്ടി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ആ ശുശ്രൂഷയിൽ ഞാനും പങ്കാളിയാവുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവം നൽകിയ സർവ്വതിനും നന്ദി പറയുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നിങ്ങളും ദൈവത്താൽ അനുഗ്രഹീതരാകട്ടെ എന്ന ബ്രദർ തോമസ് ജോർജ് പാണാശ്ശേരി.